നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും ചരക്ക് കപ്പലുകളുടെ യാത്രയ്ക്ക് വലിയ ഭീഷണി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം, ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം, ഇതെല്ലാം മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നതിന് കാരണമാകുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹോർമൂസ് കടലിടുക്കിൽ മാത്രമാണ് പ്രതിസന്ധി ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ മറ്റ് പല കടലിടുക്കുകളിലും, ചെങ്കടലിലും അതോടൊപ്പം തന്നെ കരിങ്കടലിലുമെല്ലാം ഇത്തരത്തിലുള്ള ചില ഭീഷണികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിഷയമാണ് ഇന്ത്യൻ നാവികർ ജോലി ചെയ്യുന്ന MV അമിരി എന്ന് പറയുന്ന ഒരു കപ്പലിന് നേരെ, ഒരു വാണിജ്യ കപ്പലിന് നേരെ നടന്ന ആക്രമണം. യുക്രൈൻ തീരത്ത് വെച്ചാണ് ആക്രമണം നടന്നത്. കപ്പൽ ഇപ്പോൾ യുക്രൈൻ്റെ തുറമുഖത്താണുള്ളത്. യുക്രൈൻ്റെ ചെർണോമോസ്ക് തുറമുഖത്തിലാണ് ഇപ്പോൾ കപ്പലുള്ളത്. കപ്പലിൽ 13 ഇന്ത്യൻ നാവികരുണ്ട് എന്നാണ് ഈ നാവികരുടെ സംഘടനയായ ഫോർവേഡ് സീമെൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ അറിയിക്കുന്നത്. 13 ഇന്ത്യൻ നാവികരുടെയും സുരക്ഷ അപകടത്തിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം മേഖല ഇപ്പോഴും സംഘർഷഭരിതമാണ്. ഡ്രോണുകളും മിസൈലുകളുമെല്ലാം സമീപ പ്രദേശങ്ങളിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ 13 ഇന്ത്യക്കാരുൾപ്പെടെയുള്ള കപ്പലിലെ അംഗങ്ങളുടെ അല്ലെങ്കിൽ നാവികരുടെ നില അല്പം പരിങ്ങലിലാണ്. ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവർ ആ കപ്പലിൽ കഴിയുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചിട്ട് ഏറെ നാളുകളായെങ്കിലും ഇപ്പോൾ സംഘർഷത്തിന് ഒരു അയവ് വന്നിട്ടില്ല. ഇപ്പോൾ സംഘർഷം മൂർച്ഛിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. യുക്രൈൻ വളരെ ദീർഘദൂര ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യയുടെ പെട്രോളിയം കേന്ദ്രങ്ങളെ, റിഫൈനറികളെയൊക്കെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ ആക്രമണം റഷ്യയെ വല്ലാതെ ചൊടിപ്പിച്ചു. കാരണം ഇവർ ഈ റിഫൈനറികളെ ആക്രമിച്ച കാരണം ഏതാനും ദിവസത്തേക്ക് റിഫൈനറികൾ പ്രവർത്തിപ്പിക്കാൻ റഷ്യയ്ക്ക് കഴിയാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ രാജ്യത്ത് ഇന്ധനക്ഷാമമുണ്ടായി. ആ ക്ഷാമം തീർത്തു കൊടുത്തത് ഇന്ത്യയാണ്. ഇന്ത്യൻ റിഫൈനറികൾക്ക് വലിയ കപ്പാസിറ്റി ഉണ്ട്. ആ റിഫൈനറികളിൽ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്ത് തിരിച്ച് റഷ്യയിലേക്ക് കയറ്റി അയക്കുന്ന ഒരു സംവിധാനമാണ് ആ സമയത്ത് ഇന്ത്യ എടുത്തത്. അങ്ങനെ അങ്ങേയറ്റം പ്രകോപനപരമായിട്ടാണ് ഇപ്പോൾ യുക്രൈൻ റഷ്യയോട് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യ കനത്ത ആക്രമണം യുക്രൈൻ നഗരങ്ങളെയും യുക്രൈൻ തുറമുഖങ്ങളെയും ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. അത്തരമൊരു ആക്രമണത്തിലാണ് ഇങ്ങനെ ഇന്ത്യൻ കപ്പലായ, അല്ലെങ്കിൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന കപ്പലായ MV അമിരിയെ ആക്രമിക്കപ്പെട്ടത്. ഇന്ത്യക്കാരെ ഒഴിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഈ സംഘടനയായ ഫോർവേഡ് സീമെൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം അവരുടെ ജീവിതം അപകടത്തിലാണ്. പ്രദേശത്ത് വലിയ സംഘർഷം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ എത്രയും വേഗം കുടുങ്ങിപ്പോയ കപ്പലിൽ നിന്നും ഒഴിപ്പിക്കണം എന്നാണ് ഇപ്പോൾ ഈ സംഘടന ആവശ്യപ്പെടുന്നത്. നയതന്ത്ര പ്രതിനിധികളെ വിളിച്ചു വരുത്തി ഇന്ത്യ ശക്തമായി ഇതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. റഷ്യയുടെയും അതുപോലെ തന്നെ യുക്രൈൻ്റെയും നയതന്ത്ര പ്രതിനിധികളെയാണ് ഇന്ത്യ വിളിച്ചു വരുത്തി ഇന്ത്യയുടെ അങ്ങേയറ്റത്തെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യൻ നാവികരുടെ സുരക്ഷ അത് വളരെ പ്രധാനമാണ് ഏത് രാജ്യത്തായാലും. കാരണം ഈ ഗൾഫ് രാജ്യങ്ങളിലെ സംഘർഷങ്ങൾ കാരണം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം കപ്പൽ കമ്പനികൾക്കും മറ്റ് അധികൃതർക്കുമെല്ലാം ഇങ്ങനെ ഇന്ത്യൻ നാവികരെ ഹോർമൂസ് കടലിടുക്കിലേക്ക് പോകുന്ന കപ്പലുകളിൽ ജോലി ചെയ്യിക്കരുത് എന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള ആ ഒരു ഉത്തരവ് ലംഘിച്ചാൽ അത് വലിയ ശിക്ഷ നൽകാൻ ഇടയാകും എന്നൊക്കെ ഇന്ത്യ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അങ്ങനെ ഒരു നിർദ്ദേശവുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സംഭവം വന്നിരിക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലല്ല, യുക്രൈൻ തീരത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ബന്ധപ്പെട്ട അധികൃതരുമായി സംസാരിച്ചുകൊണ്ട് അവിടെ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നടത്തി വരികയാണ്. ഒപ്പം തന്നെ റഷ്യയുടെയും യുക്രൈൻ്റെയും നയതന്ത്ര പ്രതിനിധികളെ വിളിച്ചു വരുത്തി ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. മാത്രമല്ല 2 സൗദി കപ്പലുകളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഹൂതികളുടെ ആക്രമണത്തിൽ തകർന്നിരുന്നു. ഇന്നും ഇത്തരത്തിൽ ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ പാകിയിട്ടുള്ള മൈനുകൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് നിരവധി കപ്പലുകൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പശ്ചിമേഷ്യയും അതോടൊപ്പം തന്നെ മറ്റ് കടൽ മാർഗങ്ങളുമെല്ലാം ഇപ്പോൾ ബന്ധിപ്പിക്കപ്പെടുകയാണ്. കരയും കടലും തമ്മിൽ വേർതിരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക, ഈ കപ്പലുകളുടെ ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് വലിയ ആശങ്ക ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യക്കാരായ നിരവധി നൂറുകണക്കിന് നാവികരാണ് ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കിലും അതുപോലെ തന്നെ മറ്റ് ചില ഭാഗങ്ങളിലുമെല്ലാം കുടുങ്ങിക്കിടക്കുന്നത്. അത്തരത്തിൽ 13 ഇന്ത്യക്കാരും കുടുങ്ങിക്കിടക്കുകയാണ്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഈ കുടുങ്ങിക്കിടക്കുന്ന നാവികരുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇവരെ എങ്ങനെ തൊട്ടടുത്ത
അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാം എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. കാരണം കനത്ത ആക്രമണം റഷ്യ യുക്രൈൻ തീരങ്ങളിൽ നടത്തുകയാണ്. ഒരു ഇന്ത്യൻ പൗരൻ അവിടെ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞതോടുകൂടി റഷ്യ അല്പം ആക്രമണം നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിലും ആക്രമണം പുനരാരംഭിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ സമയത്താണ് 13ഓളം വരുന്ന ഇന്ത്യക്കാർ അവിടെ ഈ ആക്രമണത്തിനിടയിൽ കുടുങ്ങിപ്പോകുന്നത്, കപ്പൽ തകരുന്നു പോകുന്നതും.